അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാഷാ അല്ലാഹ്, ജിദ്ദയിലെ നമ്മുടെ ദഅവാ പ്രവർത്തന രംഗത്ത് വലിയ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളതിൻ്റെ മുന്നൊരുക്കങ്ങളിലാണ്. അത് ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാനും ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാനും ഈ പ്രോഗ്രാം, നമ്മുടെ ഫാമിലി കോൺഫറൻസ് കാരണമാകട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കട്ടെ എന്ന് അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ആശംസകൾ ഈ സമയത്ത് എൻ്റെ ജിദ്ദയിലെ ആദർശ ബന്ധുക്കളെ പ്രത്യേകം ആശംസിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ നബിയും സ്വഹാബിമാരും യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് ദീർഘ യാത്ര ചെയ്ത്, പ്രത്യേകിച്ച് ഈത്തപ്പഴം വിളവെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിശക്തമായ ചൂടിനെ മറികടന്നുകൊണ്ട് വേണം, യാത്ര ചെയ്ത് വേണം തബൂക്കിലെത്താൻ. അങ്ങനെ നബിയും സ്വഹാബത്തും ഇങ്ങനെ നടക്കുമ്പോൾ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നബിയെ തഅഖറ ഫുലാൻ, ഇന്നയാൾ വൈകി, അയാളെ കാണാനില്ല, അയാൾ വൈകി, അയാളെ കാണാനില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയും ഓരോ ആളുകളോടും, അയാൾക്ക് അള്ളാഹു കരുണ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മോടൊപ്പം അദ്ദേഹത്തെ ചേർക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തഅഖറ അബൂദർ, നബിയ അബൂദറിനെ കാണാനില്ല, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല, അദ്ദേഹം നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് അള്ളാഹ് കാരുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരും. കുറേ കഴിഞ്ഞ് സ്വഹാബത്ത് നബിയോട് പറഞ്ഞു, നബി ഒരാൾ നടന്നു വരുന്നു, വഴിയിൽ ഒരാളത് നടന്ന് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്നു. നബി ആ യാത്രക്കിടയിൽ ഏതോ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയ സമയത്ത് ഒരാളിങ്ങനെ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്നബാദർ, അത് അബൂദർ ആയിരിക്കാം. അങ്ങനെ അടുത്തെത്തിയപ്പോൾ അത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഒട്ടകത്തെ കൊണ്ട് തബൂക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. അത് അങ്ങേയറ്റം പ്രായം ചെന്ന അവശ്യമായ ഒരു യാത്രാവാഹന മൃഗമായിരുന്നു. പക്ഷേ അതിവേഗതയിൽ അതിനെക്കൊണ്ട് സഞ്ചരിക്കാൻ കഴിയാതെ വന്ന് അവസാനം ആ യാത്രാമൃഗത്തെ വഴിയിൽ, വാഹനമൃഗത്തെ വഴിയിൽ ഉപേക്ഷിച്ച്, ആ ഒട്ടകത്തെ വഴിയിൽ ഉപേക്ഷിച്ച് കാൽനടയായി മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സുദീർഘമായ ആ ഒരു യാത്രാ ദൂരം നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഏറെ ത്യാഗം സഹിച്ച് കാൽനടയായി നടന്ന് പ്രവാചകൻ്റെ കൂടെ തബൂക്ക് യുദ്ധത്തിലേക്ക് വരുന്നത് കണ്ടിട്ട് പറഞ്ഞു, അബൂദറിനെ സംബന്ധിച്ചിടത്തോളം മഷാ വഹീദൻ, അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു വന്നു. മാത്ത വഹീദൻ, അദ്ദേഹം ഒറ്റയ്ക്ക് മരണപ്പെടും. വയുബഅസ് വഹീദ, നാളെ പരലോകത്തും അബൂദർ ഒറ്റയ്ക്ക് പുനരുദ്ധരിക്കപ്പെടും. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മഹത്വമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വലിയൊരു ത്യാഗം സഹിച്ച് നടന്ന് പ്രവാചകൻ വിളിച്ച യുദ്ധത്തിലേക്ക് വരുന്ന സ്വഹാബി വര്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ച ഒരു വാചകമാണ്, കാലം കടന്നുപോയി. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും യാത്ര പോകുന്നതിനിടയിൽ ഒരു മരുഭൂമിയിലെത്തി. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, മരണാസന്നനായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കരയണം, ഞാനും നിങ്ങളും ഒറ്റക്കായി, അങ്ങേക്ക് ഒരു കഫൻ ചെയ്യാൻ എൻ്റെ കയ്യിൽ നല്ല ഒരു തുണിയില്ല, അങ്ങയെ സംസ്കരിക്കാൻ ഞാൻ ഒറ്റക്കാണ് ഇവിടെ, നമസ്കരിക്കാൻ കൂടെ ആളുകളില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റക്കാണ് മരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മാത്ത വഹീദൻ, അബൂദർ ഒറ്റക്കാണ് മരിക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടേക്ക് ആളുകൾ വരും, നമസ്കരിക്കാൻ ആളുകൾ ഇവിടെ എത്തും. കാരണം നബി ഞങ്ങളിരിക്കുന്ന ഒരു സദസ്സിൽ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരാൾ
ഒറ്റയ്ക്ക് മരുഭൂമിയിൽ മരണപ്പെടും. എന്നാൽ പിന്നീട് ഒരു സംഘം ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരവും അനുബന്ധ ക്രിയകളും ചെയ്യും. ആ ഇരുന്ന ആളുകളിൽ ഇന്ന് ബാക്കിയുള്ളത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടൊരു യാത്രാസംഘം എൻ്റെ മരണാനന്തര കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരും എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്. അദ്ദേഹം മരിച്ചു. പക്ഷെ അധികം സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ യാത്രാ സംഘം അവിടെ എത്തിച്ചേർന്നു. ഞാൻ ഓർക്കുന്നത് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നത്. അദ്ദേഹത്തെ കണ്ട ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അദ്ദേഹം പ്രവാചകൻ്റെ ഈ മശാ വഹീദൻ, റിവായത്തിൽ മശാ വഹദഹു മാത്ത വഹദഹു യുബഅസ് വഹദ, ഒറ്റയ്ക്ക് നടന്നു വന്നു, ഒറ്റയ്ക്ക് മരിക്കും, ഒറ്റയ്ക്ക് പുനരുദ്ധരിക്കപ്പെടും എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ചു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കരിച്ചു, മരണാനന്തര കാര്യങ്ങൾ നിർവഹിച്ചു എന്നതാണ്. നമ്മൾ ത്യാഗം എന്നത് ഒരു 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 മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളെന്താണ് പലപ്പോഴും നമ്മുടെ പ്രബോധന രംഗങ്ങളിൽ, നമ്മുടെ ഇസ്ലാമിക ദഅവ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ എന്താണ്, നമ്മുടെ മാനസികാവസ്ഥ എന്താണ്, അതനുസരിച്ചാണ് നമുക്ക് എപ്പോഴും ഒരു കാര്യം നിർവഹിക്കാനുള്ള അവസരമുണ്ടാകുന്നത്, സാഹചര്യമുണ്ടാകുന്നത്. നമ്മുടെ മനോഭാവം അനുസരിച്ചാണ്. നമ്മൾ ശരിക്കും ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഏത് തിരക്കുള്ള ഒരു മനുഷ്യനും അയാൾക്ക് സമയമുണ്ടാകും. നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അള്ളാഹുവിനോട് അതിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ഇടപെടാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കും. ഈ തൗഫീഖ് എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. നമ്മൾ വിചാരിക്കും എന്താണ്, നമ്മുടെ ഒരു അലസത കൊണ്ട് ഞാനിപ്പോൾ അതിന് പോകുന്നില്ല, ഞാനിപ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ അതിലേക്ക് സ്വതക്ക സംഭാവന കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ അതിന് പോയാൽ അതൊരു പണിയാണ്, പിന്നെ വീട് കയറണം, ആളുകളെ കാണണം, എത്ര സമയമാണ്. അങ്ങനത്തെ ഒരു മനസ്സാണെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലേ? ശരിക്കും അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ അതിൽ നിന്ന് പതുക്കെ ഊരിപ്പോന്നു, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകാതെ എന്താ പറയുക കഴിച്ചിലായി പോന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുക നമുക്കൊരു ലാഭമായിട്ടായിരിക്കും. എനിക്കതിലേക്ക് പൈസ കൊടുക്കാതെ കഴിഞ്ഞു, ഒരിഞ്ഞ് പിരിവേര് വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടണം. അത് ശരിക്ക് ഒരു തൗഫീഖിൻ്റെ കുറവ് എന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒരു 10 രൂപ കൊടുക്കാൻ, ഒരു 5 റിയാൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു ഭയങ്കര നിർഭാഗ്യവാനാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളെ ക്ഷണിക്കാൻ, ഒരു ദഅവ പ്രവർത്തനത്തിൽ ഇടപെടാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ, അതിങ്ങനെ മറ്റാരൊക്കെയോ ചെയ്യുന്ന, നമ്മളൊരു കാഴ്ചക്കാരൻ മാത്രമാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്കൊരു തൗഫീഖിൻ്റെ കുറവുണ്ട്. അല്ലാഹു മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ ഇസ്തഅമലഹു. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കും. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവസരങ്ങളുണ്ടോ? അയാൾക്ക് നമസ്കരിക്കാൻ കഴിയും, അയാൾക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ കഴിയും, അയാൾക്ക് മറ്റു അദ്കാറുകൾക്ക് സമയം ലഭിക്കും, ഖുർആൻ പാരായണത്തിന് സമയം ലഭിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം ദഅവ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു നന്മ ചെയ്യാനും നമുക്ക് നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, ഒരുപാട് സമയം നമ്മൾ ഫോണിൽ ചിലവഴിക്കുന്നു. അതല്ലാതെ ഇത്തരം നന്മകളിലൊന്നും ഇടപെടാൻ അവസരങ്ങൾ ഒത്തുവരുന്നില്ലെങ്കിൽ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരിൽ ഒരാൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പടച്ചോൻ ഖൈർ ഉദ്ദേശിച്ച ആളാണെങ്കിൽ അയാൾക്ക് ഒരുപാട് നന്മ ചെയ്യാൻ ഈ ലോകത്ത് അള്ളാഹു തൗഫീഖ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് അതിലൊരു പ്രധാന പ്രശ്നമാണ്. രക്ഷപ്പെടണം, ഒഴിഞ്ഞു മാറണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതേ നമുക്കുണ്ടാവുള്ളൂ. പടച്ചോനെ നാളേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാവും. അയാളുടെ ആയുസ് വെറുതെ ആകൂല. ഷേഖ് മുഹമ്മദ് മൗലവി കേരളത്തിലൊരു മഹാനായ പണ്ഡിതനായിരുന്നു. കേരളത്തിലെ മുഹദ്ദിസ് എന്നറിയപ്പെട്ടിരുന്ന, കേരളത്തിൻ്റെ മുഹദ്ദിസ് എന്ന നിലയ്ക്ക് നമ്മൾ വിളിച്ചിരുന്ന, ഹദീസ് വിഷയത്തിൽ ആഴത്തിൽ അറിവുള്ളൊരു മഹാനായ മനുഷ്യൻ. അദ്ദേഹം കേരള ജമഅയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്നു. KNM ആ കാലത്ത് ഹിലാൽ കമ്മിറ്റി തുടങ്ങിയപ്പോൾ അതിൻ്റെ 1ാമത്തെ ചെയർമാനായിരുന്നു.
അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സുല്ലമുസ്സലാം അറബിക് കോളേജ്, ജാമിയ നദ്വിയ എടവണ്ണ, പിന്നെ മോങ്ങം അൻവാറുൽ ഇസ്ലാം വുമൻസ് ഈ കോളേജുകളുടെ എല്ലാം പ്രിൻസിപ്പളായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്ന് അതിലെ ആദ്യത്തെ ഓറിയൻ്റൽ ഭാഷകളുടെ ഡീനായിരുന്നു അദ്ദേഹം. നല്ല അക്കാഡമിക് കാര്യങ്ങൾ അറിയുന്ന, ഹദീസിൽ ആഴത്തിൽ അറിവുള്ള, നല്ല ഇൽമുള്ള ഒരു മനുഷ്യനായിരുന്നു മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മൗലവി. അദ്ദേഹത്തിൻ്റെ സ്മാരക ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലികരായ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായ ആളുകൾ അനുസ്മരിക്കുന്നൊരു ഗ്രന്ഥം. മഹാനായ ബഹുമാന്യനായ അലി അബ്ദുൾ റസാഖ് മദനി ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് പറയുന്നൊരു വാചകം ആ പുസ്തകം വായിച്ചപ്പോൾ വല്ലാണ്ട് മനസ്സിൽ കൊണ്ടു. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും അദ്ദേഹം സമുദായത്തിന് വേണ്ടി, ദീനിന് വേണ്ടി നൽകി. എത്രത്തോളം ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ വെള്ളിയാഴ്ചകളും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ പെരുന്നാൾ ദിവസങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് സമുദായം അപഹരിച്ചെടുത്തു. അതായത് കുടുംബത്തോടൊപ്പം സന്തോഷിക്കേണ്ട, ആഘോഷിക്കേണ്ട പെരുന്നാൾ ദിനങ്ങൾ പോലും അദ്ദേഹത്തിൽ നിന്ന് സമുദായം അപഹരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനീ രംഗത്ത് അദ്ദേഹം ചെലവഴിച്ചു എന്നാണ്. അത്രമേൽ ത്യാഗം സഹിച്ച് മുൻഗാമികൾ കടന്നുപോയപ്പോൾ ഉണ്ടായി വന്ന കുറേ വിപ്ലവങ്ങളുണ്ട്, കുറേ മാറ്റങ്ങളുണ്ട്. എങ്ങനെയാണ് കേരളത്തിലെ ദഅവാരംഗം ഇത്ര സജീവമായത്, ഇത്ര പള്ളികളുണ്ടായത്, ഇത്ര അറബി കോളേജുകൾ ഉണ്ടായത്, ഇത്ര സംവിധാനങ്ങൾ ഉണ്ടായത്, ഇത്ര ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും? ഇത് വെറുതെ ഉണ്ടായതല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ജീവത്യാഗം ചെയ്ത, വലിയ തൻ്റെ സമയവും സമ്പത്തും വലിയ അളവിൽ വിനിയോഗിച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം ഇത്തരം മേഖലകളിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായത് എന്താണ്? അത് നമ്മുടെ സമയമാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മഹുള്ളയുടെ ഒരു വാചകമുണ്ട്, മനുഷ്യൻ എന്നാൽ അവൻ കാലമാണ്. അൽ ഇൻസാനു അദ്ദഹർ, മനുഷ്യൻ കാലമാണ്. ഇദാ ദഹബ യൗമുഹു ദഹബ ബഅദുഹു, അവൻ്റെ ഒരു ദിവസം കഴിഞ്ഞു പോയാൽ അവൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും മനുഷ്യനിങ്ങനെ ഇല്ലാണ്ടായി നമുക്ക് നിശ്ചയിക്കപ്പെട്ട അവധി പൂർത്തിയായാൽ, ആയുസ് പൂർത്തി, പിന്നെ നമ്മുടെ മരണം സംഭവിക്കുന്നു. ഈ വിലപ്പെട്ട സമയം എന്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ടുള്ള ഈ സമയം എന്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? ഇതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. അത് ഫോണിൽ ചെലവഴിക്കാൻ വേണ്ടിയാണോ? അത് കേവലം ആസ്വാദനങ്ങൾക്ക് വേണ്ടിയാണോ? അത് കേവലം കുടുംബത്തോടൊപ്പം വീട്ടിൽ മാത്രം ചെലവഴിക്കേണ്ടതാണോ? അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കേണ്ടതാണോ? അല്ല, അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യമാണ്. അതിൻ്റെ നല്ലൊരു വിഹിതം നാളെ പരലോകത്തേക്കുള്ളതാണ്, നമ്മുടെ ഖബറിലേക്കുള്ളതാണ്. മീസാനിൻ്റെ തട്ടിലേക്ക് കർമ്മങ്ങൾ എടുത്തു വെക്കുമ്പോൾ നന്മയുടെ തട്ടിലേക്ക് എടുത്തു വെക്കാനുള്ളതാണ്. സിറാത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ സിറാത്ത് മുറിച്ച് കടക്കുന്നതിലെ വേഗത വർദ്ധിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ പ്രോഗ്രാമുകളും, ഓരോ ഫാമിലി കോൺഫറൻസുകളും, ഓരോ സെമിനാറുകളും, ഓരോ ഖുർആൻ ക്ലാസ്സുകളും, ഓരോ വൈജ്ഞാനിക സദസ്സുകളും നമുക്കുള്ള അവസരങ്ങളാണ്. നമ്മുടെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. പ്രത്യേകിച്ച് നോക്കൂ, ഇപ്പോൾ ഫാമിലി കോൺഫറൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആളുകളുടെ വീടുകളിൽ പോകണം, ആളുകളെ കാണണം, അവരെ വിസിറ്റ് ചെയ്യണം, അവരെ ക്ഷണിക്കണം. ഇതൊക്കെ എന്തുമാത്രം വലിയ പ്രതിഫലാർഹമായിട്ടുള്ള പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാചകമുണ്ട്, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ ഒരു സഹോദരനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയാൽ, നിങ്ങളൊരു ഡോർ ടു ഡോർ ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്, ഫാമിലി കോൺഫറൻസിലേക്ക് ആളുകൾ ക്ഷണിക്കാൻ, നിങ്ങളുടെ ഒരു സഹോദരനെ പോയി കണ്ട് കുടുംബത്തോടൊപ്പം വരണമെന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ തൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളെ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നതാണ്. എന്നിട്ട് ഒരാളുടെ വിഷയത്തിൽ ആ മലക്ക് പറഞ്ഞു, അയാളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അയിന തുരീദ്, നീ എങ്ങോട്ടാ പോണത്? പറഞ്ഞു, ഉരീദു അഖല്ലി ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ ഒരു സഹോദരനെ കാണാൻ വേണ്ടി ഞാൻ പോവാണ്. നിനക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം അയാളെ കാണുന്നതിലുണ്ടോ? ഇല്ല, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ അയാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മലക്കയാൾ പറയുന്നതാണ്, എന്നാൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്ക്, ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ്, എനിക്ക് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. എന്താണത്? അഹബ്ബക അല്ലാഹു കമാ അഹ്ബബ്തഹു,
നീ നിന്റെ ആ സഹോദരനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. 5 ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നബിയ്യു ഫിൽ ജന്ന, നബി സ്വർഗത്തിലാണ്. വസ്സുദ്ദീഖു ഫിൽ ജന്ന, സിദ്ദീഖ് സ്വർഗത്തിലാണ്. പ്രവാചകന്മാരെ സത്യപ്പെടുത്തി വിശ്വസിച്ച ആളുകൾ അവർ സ്വർഗത്തിലാണ്. പിന്നെയോ വശഹീദു ഫിൽ ജന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായവൻ സ്വർഗത്തിലാണ്. വൽ മൗലൂദു ഫിൽ ജന്ന, ജനിച്ച ഉടനെ മരിച്ചുപോയ കുട്ടികൾ സ്വർഗത്തിലാണ്. പിന്നെയോ വറജുലുൻ യസൂറു അഖാഹു ഫി നാഹിയത്തിൽ മിസ്രി ഫഹുവ ഫിൽ ജന്ന ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹ് വഹുവ ഫിൽ ജന്ന. ഒരു നാടിൻ്റെ അങ്ങേ അറ്റത്ത് തൻ്റെ സഹോദരനെ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ സ്വർഗത്തിലാണ്. 5 ആളുകളിൽ അയാൾ സ്വർഗത്തിലാണ്. ഈ 5 കൂട്ടരിൽ ഏതാകാനാണ് നമുക്ക് കഴിയുക? പ്രവാചകനാകാൻ കഴിയുമോ? ജനിച്ച ഉടനെ മരിച്ച ആളാകാൻ ഇനി കഴിയുമോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ രക്തസാക്ഷിയാകുന്ന ആളാകാൻ നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയുന്നൊന്നുണ്ട്. അത് നമ്മളാളുകളെ കാണാൻ വേണ്ടി, ദീനിൻ്റെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരു നാടിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഇറങ്ങി തിരിച്ച് ആളുകളെ പോയി വിസിറ്റ് ചെയ്യുന്ന, സിയാറ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. നമുക്ക് അതിൻ്റെ ഒരു മഹത്വം എത്രയാണ്. അത്തരം ആളുകൾ സ്വർഗത്തിലാണ്. അവരെ എണ്ണിയത് ആരുടെ കൂടെയാണ്? നബിയുടെ കൂടെ, സിദ്ദീഖിൻ്റെ കൂടെ, ഷഹീദിൻ്റെ കൂടെ, ജനിച്ച ഉടനെ മരിച്ചവരുടെ കൂടെ. ഞാൻ പറയുന്നത് ഒരു ഡോർ ടു ഡോർ ഇറങ്ങുമ്പോൾ ഇത്തരം ഹദീസുകളാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഇത്തരം ചിന്തകളാണ്, ലക്ഷ്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമുക്കെപ്പോഴും ഒരു സ്വാർത്ഥത വേണം. ഇത്തരം കാര്യങ്ങളിൽ ഒരു ചെറിയ സ്വാർത്ഥത ഉണ്ടാകണം. നമുക്ക് ഏതാണ് ആ സ്വാർത്ഥത? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഖൈബറിൻ്റെ യുദ്ധമുഖത്ത് അതിൻ്റെ പതാക കൊടുത്ത്, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ കോട്ടയുടെ മുന്നിലെത്തി. അവർ കോട്ടയുടെ വാതിലടച്ചു. ചരിത്രം നമുക്ക് വളരെ സുപരിചിതമാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. പുറത്തുനിന്ന് വന്ന ആളുകൾ എന്ന നിലയ്ക്ക് അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിയുമ്പോൾ പ്രവാചകനും സ്വഹാബത്തും പ്രയാസപ്പെടും എന്ന ആ ഒരവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ആണ് അവർ കോട്ടയടച്ചകത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ യുദ്ധതന്ത്രം തിരിച്ചറിഞ്ഞ് പറഞ്ഞു, നാളെ ഞാൻ ഒരാളുടെ കയ്യിൽ ഈ സൈന്യത്തിൻ്റെ പതാക നൽകും. യുഹിബ്ബുല്ലാഹ അള്ളാഹ് സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾ. അടുത്ത ദിവസം അലി റളിയല്ലാഹുവിനെ വിളിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ കണ്ണിന് അസുഖമാണെന്ന് പറഞ്ഞു. പ്രവാചകൻ്റെ ഉമിനീരെടുത്ത് കണ്ണിൽ പുരട്ടി കൊടുത്തു. അസുഖം സുഖമായി. അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇത് പിടിച്ച് നീ മുന്നോട്ട് പോവുക, തിരിഞ്ഞു നോക്കരുത്. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിൻ ഹുമരിൻ നിഅം. നിനക്ക് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് നീ കാരണം ഒരാൾ ഹിദായത്തിലായാൽ. നമുക്കുണ്ടാകേണ്ട സ്വാർത്ഥത ഏതാണ്? ഞാൻ കാരണം ഹിദായത്തിലാകുന്ന ആളുകൾ ഉണ്ടാകണം. ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ. കാരണം ഒരാളെ ക്ഷണിക്കാൻ പോകുമ്പോൾ, ഒരു കുടുംബത്തെ ക്ഷണിക്കുമ്പോൾ, നമ്മുടെ ഒരു സുഹൃത്തിനെ ക്ഷണിക്കുമ്പോൾ, നമ്മുടെ അടുത്ത സർക്കിളിൽ ഒരാളെ ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് വിളിക്കുമ്പോൾ, ഒരു ദഅവ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ, ഒരു നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ, അല്ലേ, ദഅവ രംഗത്ത് നമ്മൾ സജീവമായി നിലകൊള്ളുമ്പോൾ, എൻ്റെ പരലോകം സംരക്ഷിക്കാൻ, എനിക്ക് ഖബറിലേക്ക് നീക്കിവെക്കാൻ, എൻ്റെ ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു സമ്പാദ്യം ഉണ്ടാകാൻ എൻ്റെ കയ്യിലൂടെ ഞാൻ ദഅവ നടത്തി, ഞാൻ ക്ഷണിച്ച് ഹിദായത്ത് കിട്ടിയ ഒരാളുണ്ടാകണം, കുറച്ചാളുകൾ ഉണ്ടാകണം. ഇങ്ങനത്തെ ഒരു മനസ്സ് എപ്പോഴും നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇത്തരം അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിൻ്റെ ഓരോ ചിട്ടവട്ടങ്ങളിലും നമ്മൾ ഉണ്ടാകണം. സ്വാഗത സംഘങ്ങളുണ്ടാകും, അതിൻ്റെ യോഗങ്ങളുണ്ടാകും. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ അവർ ചെയ്യട്ടെ, ഞാൻ കൂടിക്കൊടുക്കാം, ഞാൻ അന്ന് പോയാൽ മതി അല്ല. അതിൻ്റെ ഓരോ കാര്യങ്ങളിലും കൂടെ സഞ്ചരിക്കാൻ, ഒരു നന്മയുടെ ഒപ്പം സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, പടച്ചോനെ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന്. മരണം വരെ, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സജീവമായി നിലകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്ത്, ദീനിന് ഒരുപാട് സേവിച്ച്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം ഈമാനോടുകൂടി മരിക്കുന്ന വല്ലാത്ത മരണമുണ്ടല്ലോ, അത് നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹിനോട് ആത്മാർത്ഥമായി ആ തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. എവിടെയാണോ ഒരവസരമുള്ളത് ആ അവസരം നമ്മൾ വിനിയോഗിക്കണം. ഒരു യോഗമുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ കാരണങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ ആ കാരണങ്ങൾ ലീവാക്കി അവതരിപ്പിച്ച്
ലീവ് വാങ്ങി മാറി നിൽക്കല്ല വേണ്ടത്. ഒരു പ്രവർത്തനം നമുക്ക് മുന്നിൽ ഒരുങ്ങും അതല്ല വേണ്ടത്. മറിച്ച് തൻ്റെ വ്യക്തിപരമായ കാരണങ്ങളെ എങ്ങനെ ക്രമീകരിച്ച് ഇത്തരം നന്മകളുടെ ഭാഗമാകാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നിലക്കാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.